ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ദ ഹിന്ദു ബേസ്ഡ് വൊക്കാബിലെ അടുത്ത പാർട്ടിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. വിതൗട്ട് വേസ്റ്റിംഗ് മെനി ടൈം, ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വേർഡ്. ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് അപ്രൈസ്ഡ് ആണ്. അപ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം നോട്ടിഫൈ ചെയ്യുകയാണ്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം അറിയിക്കുകയാണ്, നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്? വി ഹാവ് അപ്രൈസ്ഡ് ദം അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ അപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുക. ഇതിൽ നമ്മളൊരു യൂസേജ് നോക്കുകയാണെങ്കിൽ ഷീ വാസ് അപ്രൈസ്ഡ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂളിലുള്ള ചേഞ്ചസിനെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയിപ്പ് കൊടുക്കുക. അതിൻ്റെ സിനോണിമാണ് ഇൻഫോം ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക. ആൻറ്റോണിമാണ് അൺഇൻഫോംഡ്, ഇഗ്നോറൻറ്റ്. അറിവില്ലാത്തത്, ഇഗ്നോറൻറ്റ് ആയിട്ടുള്ളവരാണ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വേർഡ്. പ്ലീസ് മേക്ക് ഷുവർ ഈ വേർഡിന് ഇപ്പോൾ ഞാനിവിടെ ഒരു യൂസേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ റിയൽ ലൈഫ് സിനാരിയോ വെച്ചിട്ട് ഈ സെൻറ്റൻസ്, ഈ വേർഡിനെ യൂസ് ചെയ്തൊരു കമൻറ്റിൽ യൂസേജ് ഇടുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഹാബിറ്റ് ബിൽഡ് ആവും ആൻഡ് പതുക്കെ പതുക്കെ നിങ്ങൾ ഈ വേർഡ്സ് ഓർമ്മ നിൽക്കും. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. എല്ലാ വേർഡും അതേപോലെ ചെയ്യണം കേട്ടോ. അടുത്ത വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോറൻസ്. അബോറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോടെ ഭയങ്കര കനത്ത ഇതാണ്, വെറുപ്പാണെന്ന് വിചാരിച്ചോ. ഇറിറ്റേഷൻ ആണ്, വെറുപ്പാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? അബോറൻസ് ആണെന്ന്. ഓക്കെ, സോ അബോറൻസ് മീൻസ് ഫീലിംഗ് ഓഫ് എക്സ്ട്രീം ഡിസ്ഗസ്റ്റ് ഓർ ഹാട്രഡ്. എക്സ്ട്രീം ലെവലിൻ്റെ ഹാട്രഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബോറൻസ് എന്ന് പറയുന്നത്. ഹി ഫെൽറ്റ് ഡീപ്പ് അബോറൻസ് ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ്. സോ അനിമൽസിനോട് നടക്കുന്ന ക്രൂവാലിറ്റി കണ്ടിട്ട് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനോ ദേഷ്യമോ അല്ലെങ്കിൽ ഹേട്രഡ് ഫീൽ ചെയ്തു, അബോറൻസ് ഫീൽ ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ലോതിങ്, ഡിറ്റസ്റ്റേഷൻ, ഇതാണ് എൻ്റെ സിനോണിംസ് അബോറൻസിൻ്റെ. എന്ന് വെച്ചാൽ ഹേട്രഡ് ഓർ സെയിം കൺസെപ്റ്റ്. അതുപോലെ അഡ്മയറേഷൻ, ഫോൺനെസ്. ഹേട്രഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇഷ്ടപ്പെടുക. സോ അഡ്മയർ ചെയ്യുക, ഇഷ്ടപ്പെടുക, ഫോൺനെസ് ഫീൽ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ആൻറ്റോണിം ഹിയർ. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് പ്രൊലിഫറേഷൻ. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്തെങ്കിലും കാര്യം റാപ്പിഡായിട്ട് ഇൻക്രീസ് ഉണ്ടാവണമെന്ന് വിചാരിച്ചോ. പലപ്പോഴും ഈ ടേം ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ സന്ദർഭത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് പല കൺട്രീസിലും. ഇപ്പം കുറച്ച് കാലം കൊണ്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കണമെന്ന് പറയുന്നു. ബട്ട് there was a time when nuclear weapons were proliferating. So proliferating എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ഇൻക്രീസ് ഓർ സ്പ്രെഡ്, എസ്പെഷ്യലി ഇൻ നമ്പേഴ്സ് ഓർ ക്വാണ്ടിറ്റി. ഓക്കെ, so the proliferation of social media has transformed global communication. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഇൻക്രീസ്, സോഷ്യൽ മീഡിയ സൈറ്റ്സിൻ്റെ ഇൻക്രീസും ഉണ്ട്, അവരുടെ റീച്ചിൻ്റെ ഇൻക്രീസിൻ്റെ കാരണം ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, റാപ്പിഡ് ഇൻക്രീസ് ആണ്. അതിൻ്റെ സിനോണിം എക്സ്പാൻഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കൂടിപ്പോയ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ് ഡിക്ലൈൻ, റിഡക്ഷൻ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് കൺസേർട്ടഡ്. കൺസേർട്ടഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് വളരെ സ്ട്രോങ് ആയിട്ട് എഫേർട്ട് ഇടുവാണ്. ഓക്കെ, ഇഫ് യു ആർ പുട്ടിങ് എ ഡിറ്റർമൈൻഡ് എഫേർട്ട്, സ്ട്രോങ് എഫേർട്ട് വിത്ത് എ പ്ലാൻ, പ്രോപ്പർ പ്ലാൻ, അതിനെയാണ് നമ്മൾ കൺസേർട്ടഡ് എഫേർട്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാനോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട്, പ്രോപ്പറായിട്ട്, പ്ലാൻഡ് ആയിട്ട് എഫേർട്ട് ഇടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസേർട്ടഡ് എഫേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൺസേർട്ടഡ് മീൻസ് ഡൺ വിത്ത് ഗ്രേറ്റ് എഫേർട്ട്, ഡിറ്റർമിനേഷൻ ആൻഡ് ജനറലി പ്ലാൻഡ് ഓർ ക്യാരിഡ് ഔട്ട് ടുഗെദർ. ഓക്കെ, യൂസേജ്. The rescue team made a concerted effort to save the stranded people. So rescue team എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ചേർന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? സ്ട്രാൻഡഡ് ആൾക്കാരായിരുന്നു, ഞാൻ പെട്ടുപോയ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. സോ സിനോണിം എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ്, യുണൈറ്റഡ്. ഇതിൽ ഈ പറഞ്ഞില്ലേ, എഫേർട്ട് കോഓപ്പറേഷനോടെ ചെയ്യുന്ന എഫേർട്ടാണ്. പിന്നെ ആൻറ്റോണിം എന്ന് പറയുന്നത് അൺപ്ലാൻഡ് അല്ലെങ്കിൽ ഡിസ്ജോയിൻറ്റഡ്. ഓക്കെ, ഒരു ഒത്തൊരുമ ഇല്ലാത്ത ഇതിനെയാണ് അതിന് ആൻറ്റോണിം എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. കാവൽക്കേഡ്. കാവൽക്കേഡ് ആക്ച്വലി ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ പ്രൊസഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമൽസിൻ്റെ പ്രൊസഷനോ അതിനെയാണ് ലിറ്ററലി പറയുന്നത്. പക്ഷേ നമുക്ക് ലിറ്ററൽ മീനിങ് അല്ല ജനറലി ആവശ്യം വരുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റഫോറിക്കൽ സെൻസിലാണ്. മെറ്റഫോറിക്കൽ സെൻസിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമാറ്റിക് സീക്വൻസ് ഓഫ് സീരീസ് ഓഫ് ഇവൻറ്റ്സ്. എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് സീരീസ് ആയിട്ട് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ വി വിൽ സേ, കാരണം പ്രൊസഷൻസും നടക്കുന്ന ഒരു സീരീസാണ്, ഒന്നിൻ്റെ പുറകെ ഒന്ന് നടന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒരു ഇവൻറ്റ് സീരീസ് ആയിട്ട് നടക്കുകയാണ്, ഡ്രാമാറ്റിക് ഇവൻറ്റ് സീരീസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കാവൽക്കേഡ് എന്ന് പറയും. സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ എ സീരീസ് ഇസ് കോൾഡ് കാവൽക്കേഡ്. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ദ സിറ്റി സ്ട്രീറ്റ്സ് വർ ബ്ലോക്ക്ഡ് ഓഫ് ദ കാവൽക്കേഡ് ഓഫ് വിൻറ്റേജ് കാർസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഇത് കാർസിൻ്റെ ഒരു കാവൽക്കേഡ് പ്രൊസഷൻ പോയിട്ട് കാണാം, സിറ്റി സ്ട്രീറ്റ്സ് എന്തായി ബ്ലോക്കായി. ഇത് അതിൻ്റെ ലിറ്ററൽ മീനിങ് വെച്ചിട്ടുള്ള യൂസേജ് ആണ്. ഓക്കെ, സോ കാവൽക്കേഡ് നിങ്ങൾ എവിടെ വേണോ റിയൽ ലൈഫിൽ ഒരു സീരീസ് ആയിട്ട് ഇപ്പം പറയാണ്, കാവൽക്കേഡ് ഓഫ് ഫെയിലിയേഴ്സ് ലെഡ് ഹിം ടു കമ്മിറ്റ് സൂസൈഡ് എന്ന് വെച്ചാൽ a series of failures led him to commit suicide. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കാവൽക്കേഡ് എന്ന വാക്ക് യൂസ് ചെയ്യാം. മെറ്റഫോറിക്കൽ, എവിടെയൊക്കെ ഒരു സീക്വൻസിൻ്റെ ഫോം വരുമോ യു ക്യാൻ യൂസ് ഇറ്റ്. സോ അതിൻ്റെ അർത്ഥം പ്രൊസഷൻ, പാരഡി. ഇത് ലിറ്ററൽ മീനിങ്ങിൻ്റെ ആണ്. ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിസോർഡർ, സ്കാറ്ററിങ്. ഓക്കെ,
സോ ഇന്നത്തെ ടോപ്പ് 5 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. പ്ലീസ് മേക്ക് ഷുവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഓരോ വേർഡിൻ്റെ നിങ്ങളുടെ ലൈഫിലുള്ള യൂസേജ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.